വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർഘട്ട വികസനങ്ങൾ ആരംഭിക്കുന്ന ഈ മനോഹരമായ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുന്നു. ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ രണ്ടാം ഘട്ട ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എത്ര തങ്കപ്പെട്ട മനസ്സുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവാണെന്ന് നോക്കി. അടുത്ത തവണ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ പോകുന്ന ആളാണ്. നമ്മുടെ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കേണ്ട ആളാണ് അദ്ദേഹം. വിഴിഞ്ഞത്തിൻ്റെ രണ്ടാം ഘട്ടം, 2 അല്ല 3, 4, 5 ഒക്കെപ്പാട് ഘട്ടങ്ങൾ അടുത്ത രണ്ടാം ഘട്ടത്തിൽ വരുമെന്നാണ് മുഖ്യമന്ത്രിയും നമ്മുടെ അദാനിയൊക്കെ പറയുന്നത്. അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകളാണ് നമുക്കൊക്കെ ആകെ രോമാഞ്ചമുണ്ടാകുന്നതാണ്. കാരണം അദ്ദേഹം എല്ലാവരെയും അകമഴിഞ്ഞതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല കേട്ടോ. പിണറായിയും ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അതുകൊണ്ട് ആരെയും പേരെടുത്ത് പറയാതെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ഒന്നാം ഘട്ടം പിന്നിട്ട് രണ്ടാം ഘട്ടം വളരെ വേഗം ഉദ്ഘാടനം ചെയ്തതിനുള്ള സന്തോഷമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മുടെ സതീശൻ സാറ് പറഞ്ഞതും കൂടെ നമുക്കിവിടെ നിന്ന് കേട്ടു നോക്കാം. അപ്പം നമുക്ക് ഒന്നും കൂടെ കോൾമയർക്കുള്ളൂ. ഒന്നുമില്ല കയ്യിൽ പറയാൻ ജനങ്ങളോട്. എന്തെങ്കിലും ചെയ്തെന്ന് പറയാനില്ലാത്തത് കൊണ്ട് വിഴിഞ്ഞത്ത് ക്രെയിൻ വന്നിരിക്കുന്നു. ക്രെയിനിന് സ്വീകരണം കൊടുക്കാൻ 1.5 കോടി രൂപ ആണ്ട് വലിയ പന്തലക്കിട്ടി ഉള്ളി വീശുവാണ് ക്രെയിനിന് പച്ചക്കൊടി. ഞാൻ എന്റെ ഗതികേടിന് തൊട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്, പോകാതിരിക്കാൻ പറ്റും. അപ്പോൾ ആ ക്രെയിൻ വന്നപ്പോഴേ, അങ്ങ് ആദ്യഘട്ട ഉദ്ഘാടനത്തിന് ക്രെയിൻ വന്നപ്പോൾ ഗതികേടിന് കൂടെ പിണറായി വിജയന്റെ കൂടെ നിന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് രണ്ടാം ഘട്ടത്തിലേക്ക് അതിവേഗം പോയതിലുള്ള സന്തോഷം പങ്കുവെച്ചത്. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി കാണൂല്ലേ? ഞാൻ അതിനെ വിവരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണോ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ രണ്ടാം ഘട്ട ഉദ്ഘാടനത്തിന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ വാനോളം പുകഴ്ത്തി കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞത് കേട്ടാലാണ് യഥാർത്ഥത്തിലുള്ള ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാകുക. അതും കൂടെ ഒന്ന് കുറച്ച് ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ അവസരത്തിൽ നമുക്കറിയാം, ഒരു 1/4 നൂറ്റാണ്ട് കാലം നമ്മുടെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം തുറമുഖം. 990 മുതൽ അത് 1/4 നൂറ്റാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ മുൻകൈയെടുത്ത, ഇതിന്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. 2014 ഇത് ആരംഭിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഒബ്ലിഗേഷൻ ഒരുപാടെണ്ണം. ഒന്ന്, 2019 തന്നെ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ റോഡ് ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്ക് ഇതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, 11 വർഷം കഴിഞ്ഞിട്ട്. ഒന്നാം ഘട്ടം 2019 പൂർത്തിയാകുമ്പോൾ റെയിൽ ഔട്ട്റീച്ച് നമ്മൾ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടിയിരുന്ന റെയിൽ ഔട്ട്റീച്ച് 11 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ പൂർത്തിയാക്കിയില്ല. ഈ പദ്ധതിയുടെ ആരംഭ ദിശയിൽ തന്നെ ഒരു മത്സ്യബന്ധന തുറമുഖവും ഒരു മത്സ്യ സംസ്കരണ പാർക്കും ഉണ്ടായിരുന്നു. അത് ഈ പ്രദേശത്ത് എവിക്ട് ചെയ്യപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു ഈ 2 പദ്ധതി. അത് നമുക്ക് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതോടൊപ്പം 5ാമത്തെ ഒരു പ്രോജക്റ്റ്, ഗവൺമെന്റിന്റെ ഒബ്ലിഗേഷൻ, ഒരു ഔട്ടർ റിംഗ് റോഡായിരുന്നു. ആ ഔട്ടർ റിംഗ് റോഡ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. 6ാമതായി ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഒരാശയം ഗ്രോത്ത് കോറിഡോർ ആയിരുന്നു. കൂടുതൽ സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് ഇതിന്റെ വികസനം നമ്മൾ വ്യാപിപ്പിക്കണം. അയ്യോ, മഹാ കഷ്ട ഈ പ്രതിപക്ഷ നേതാവേ. പിണറായി വിജയൻ ഇങ്ങനെ ഒരു മഹാ കൊടുംചതി ചെയ്തു അല്ലേ? 2019 കംപ്ലീറ്റ് ചെയ്യേണ്ട ഈ പദ്ധതിയെ ഇത്ര വൈകിപ്പിച്ചു അല്ലേ? ശരിയാണ്. ആ പ്രളയമോ ഓക്കിയോ അല്ലെങ്കിൽ കൊറോണയൊക്കെ നമ്മൾ പറഞ്ഞാൽ നിൽക്കേണ്ടിടത്ത് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ അതൊക്കെ സാധിക്കുമായിരുന്നു. അതെല്ലാം ഒരു മനുഷ്യ സാധ്യമായ കാര്യങ്ങളായിരുന്നില്ലല്ലോ. ലോകം മുഴുവൻ കുറേ വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിച്ചില്ലേ? അവിടെ നിന്നല്ലേ എല്ലാ നാടുകളും മുന്നോട്ട് കയറിയത്. കേരളം അതിവേഗം മുന്നോട്ട് വന്നു. ആ ഒരു താമസമുണ്ടായതാണ് എൻ്റെ പ്രതിപക്ഷ നേതാവേ. നമുക്ക് ഇനി എന്തായാലും കുറച്ച് ഡിലേ വന്നാലും കാര്യങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ ഒരു 17 വർഷം മുമ്പ് തീർക്കാമെന്ന ഒരു പ്രതീക്ഷയിൽ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ സന്തോഷം താങ്കൾ പങ്കുവെച്ചതല്ലേ? ആദ്യം ഒരു ക്രെയിൻ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തി പരിഹസിച്ച നേതാവിനെ ആ കാര്യം മറന്നുപോയി അല്ലേ? എന്തായാലും താങ്കളുടെ ആകാംക്ഷ നമുക്ക് ബോധ്യപ്പെട്ടു. ആയിക്കോട്ടെ, സമ്മതിച്ചിരിക്കുന്നു. ഈ പ്രളയവും കൊറോണയും ഓക്കിയൊന്നും അല്ലാണ്ട് ചില കാരണങ്ങളുണ്ടായിരുന്നു. അതും കൂടെ ഈ പ്രതിപക്ഷ നേതാവിനൊന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടോളൂ. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന തീരശോഷണം എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്.
ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. ഞാൻ പറയാം, ബിഷപ്പിനെയൊക്കെ കസ്റ്റഡി എടുക്കാൻ ചെന്നാൽ ഇതൊന്നും ഞങ്ങൾ കൈ കെട്ടി നോക്കിയിരിക്കില്ല. ഒരു സമരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ കുഴപ്പക്കാരെ പിടിക്കാം, ആഹ്വാനം ചെയ്തവരെല്ലാം പിടിക്കേണ്ടത്. വിഴിഞ്ഞത്ത് സമരം ചെയ്തവരൊക്കെ തെറ്റുകാരും എതിർക്കുന്നവരൊക്കെ മാന്യന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിച്ചു തരും. പാർട്ടി സ്റ്റാൻഡ് ഞങ്ങൾ KPC പ്രസിഡന്റായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പൊ കേട്ടല്ലോ, ഈ പദ്ധതി വൈകാനുണ്ടായതിൽ ഒരു കാരണമാണ് നേതാവടക്കം നമ്മുടെ മുരളീധരൻ സാറും പറഞ്ഞു വെച്ചത്. ഇപ്പൊ നാട്ടുകാർ കേട്ടല്ലോ, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മയില്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയാണ് ഇത്രയും ഭാഗം കൂടെ കാണിച്ചു തന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത് ഡിലേ വന്നത്. നിങ്ങളവിടെ കാണിച്ചു കൂട്ടിയ സമര കോലാഹലങ്ങളൊന്നും മലയാളികൾ മറന്നു കാണില്ല. അറ്റ്ലീസ്റ്റ് ആ വിഴിഞ്ഞത്തുള്ളവരെങ്കിലും മറക്കാൻ പാടില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 100-110 സീറ്റൊക്കെ നേടി UDF അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കാണുന്ന സതീശൻ സാറിൻ്റെ മുന്നണിയും അധികാരത്തിൽ വന്നാൽ ഏത് തരത്തിലുള്ള വികസനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് പണ്ട് പറഞ്ഞു വെച്ചതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ തമാശകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അത് കേൾക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒരു നാട് മുഴുവൻ അന്ന് അവിടെ അവര് പിന്നെ പെറുക്കി പുരേറം കൂട്ടിയ എല്ലാ കല്ലുകളും നാട്ടിലെ ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പറച്ച് എടുത്ത് കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ട് തൂക്കിയതാണ്. എരിയും വന്നാൽ അതുപോലെ സമരം അവിടെ ജനങ്ങൾ കൊണ്ടു നടക്കും. ഒരു കാരണവശാലും ആ പ്രദേശത്ത്, അത് നിങ്ങൾക്ക് അതിന്റെ ഗൗരവം അറിയില്ല, ഞാൻ ആ ഭാഗത്തുള്ള ആളാണ്. യുവതലമുറ അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിവേഗം മുന്നോട്ട് പോകണം, യാത്രയ്ക്ക് അതിവേഗം സ്പീഡിലായിരിക്കണം എന്നൊക്കെ സ്വപ്നം കാണുന്ന യുവതലമുറയെ മുന്നോട്ട് നയിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ഈ ശ്രീധരൻ സ്വപ്നം കാണുന്ന അതിവേഗ റെയിൽവേ പാത ഇവിടെ വരാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഈ സ്വപ്നം കാണുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന മറ്റൊരു നേതാവുണ്ട്, ഈ സതീശൻ സാർ അല്ലാതെ. അദ്ദേഹത്തിൻ്റെ വാക്കുകളും കൂടെ ഒന്ന് കേട്ടു നോക്കാം, ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം എന്നുള്ളത്. കേരളയിലെ സീസൺ ഇല്ലേ, അപ്പോൾ ആ മഞ്ഞക്കുറ്റി ഒന്ന് എടുത്തുകൊണ്ട് പോവോ? നാട്ടിൽ മുഴുവൻ മഞ്ഞക്കുറ്റികൾ ഇട്ടിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ഭൂമിയും വിൽക്കാൻ പറ്റുന്നില്ല, അവിടെ ക്രയവിക്രയങ്ങൾ പറ്റുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ അടിയന്തരമായി ശ്രീധരനാണേലും പിണറായി വിജയനാണേലും ആ മഞ്ഞക്കുറ്റി ഒന്ന് ഊരി ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാൻ. അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ രമേശ് ചെന്നിത്തല സാർ മുഖ്യമന്ത്രിയായാലും ആ കാര്യം സ്വാഹ. ഇനി സതീശൻ സാറ് പണ്ട് ഇതിനെപ്പറ്റി എന്താണ് പറഞ്ഞതെന്നും കൂടെ കേട്ടിട്ട് നമുക്ക് തൽക്കാലം നിർത്താം. കാരണം ഇതിൽ കൂടുതൽ തമാശ കേട്ടാൽ നമ്മൾ തലതെല്ലിച്ചിരിക്കും. അതുകൊണ്ട് തൽക്കാലം ആ തമാശയോടുകൂടെ നമുക്ക് നിർത്താം. ലൈൻ കടന്നു പോകുന്ന കേരളത്തിലെ എല്ലാ വില്ലേജുകളിലും ഞങ്ങൾ ജനകീയ സമിതികൾ ഉണ്ടാക്കിയാണ്. ജനകീയ സമിതികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇത് കേരളത്തെ തകർക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ കുറ്റം പറയരുതല്ലോ, ചെറിയൊരു മനംമാറ്റം നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിട്ടുണ്ട്. ഒരു അതിവേഗ റെയിൽ വരട്ടെ. നമ്മൾ സിൽവർ ലൈനെ എതിർത്തത് ഒന്ന് പാരിസ്ഥിതികമായ വിഷയങ്ങളുടെ പേരിലും ഒന്ന് സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു DPR ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ടെന്നല്ല. പഴയ ഒരു കാഴ്ചപ്പാടല്ല. ഇനി അഥവാ ഭരണമെങ്ങാനും കിട്ടുകയാണെങ്കിൽ ഈ ഒരു വികസനം കൊണ്ടുവരാനുള്ള സാധ്യതയാണല്ലോ. പക്ഷെ ആ പാർട്ടിയിലെ സുധാകരൻ സാറും രമേശ് ചെന്നിത്തല സാറും അത് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ഒരു വിധത്തിലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഐക്യമായിരിക്കും ഇത് വന്നാൽ നടപ്പിലാക്കാൻ എന്ന് നമുക്ക് മനസ്സിലായി. എല്ലാം മലയാളികളുടെ തലയിലെഴുത്തുപോലെ ഇരിക്കും. നന്ദി, നമസ്കാരം.